ഈ ഒരു പെർട്ടിക്കുലർ അറ്റയർ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിനും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് സമ്മർ ഒക്കെ വരുവാണ്. അപ്പോൾ കോട്ടന്റെ എന്ത് കളക്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വിടരുത് കേട്ടോ. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോളിഡ് കളേഴ്സ് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ മോണോക്രോം ഇഷ്ടപ്പെട്ടവർക്ക് പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ബ്യൂട്ടിഫുൾ കോട്ട് സെറ്റ് ആണ്. ഈ ബൂട്ടീസ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ടോപ്പിലും ബോട്ടമിലും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതുപോലുള്ളൊരു സ്ട്രൈപ്പ് പാറ്റേണും ഈ ഒരു വീവ്സും ആണ് ത്രൂ ഔട്ട് വന്നിട്ടുള്ളത്. സ്ലീവ്സിന്റെ ഹെം ലൈനിലേക്കും ഇവിടെയും അതുപോലെ ടോപ്പിന്റെ താഴെയും ബോട്ടമിന്റെ താഴെയും നമ്മൾ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്ത സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എംബ്രോയിഡറി ഒന്നും കയറ്റി അതിനെ കൂടുതൽ ഓവർ ആക്കാതെ വളരെ സട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാന്ത സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്തയുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ് ആണ് ചിലപ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റിനെ ഭയങ്കര സ്പെഷ്യൽ ആക്കുന്നത്. അങ്ങനത്തെ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ പാനൽ കിട്ട് അനാർക്കലിയാണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. മൈക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ദുപ്പട്ട എല്ലാം നോക്കുമ്പോൾ പാനൽ കട്ടും താഴത്തേക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഗോൾഡൻ സരി വെച്ചിട്ടുള്ളൊരു ത്രെഡ് വർക്കുമാണ് പോയിരിക്കുന്നത്. സിമിലർ കൈൻഡ് ഓഫ് വർക്കാണ് നമുക്ക് സ്ലീവിന്റെ ഹെംലൈനിലേക്കും അതുപോലുള്ളൊരു വർക്കാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ വൺ. ഇനി ദുപ്പട്ട നോക്കിക്കോ, ദുപ്പട്ടയ്ക്കകത്തേക്കും ഇതുള്ളൂ ചെറിയൊരു ഗോൾഡൻ ഒരു ബോർഡറിംഗ് ആണ് പോയിരിക്കുന്നത്. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുള്ളി ആ ഒരു ലുക്ക് എലിവേറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള സാരീസ് വന്നിട്ടുണ്ട്. ഡെയിലി വെയറിനൊക്കെ ഉടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ലിനൻ ബൈ ലിനൻ അകത്തും കോട്ടൺ ലിനനകത്തും ഒക്കെ വന്നിട്ടുള്ള അഫോർഡബിൾ റേഞ്ചിലെ സാരീസാണ്. നോക്കാം. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള ലിനൻ കോട്ടണിനകത്ത് വന്നിരിക്കുന്ന സാരി കേട്ടോ. ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലത്തെ സ്ട്രൈപ്സും പല്ല് വരുമ്പോൾ ഇതേപോലെ പ്ലെയിൻ കളർ ആ വന്നിട്ടുള്ളത്. താഴേക്ക് ടാസിൽസ് പോകുന്നുണ്ട്. ഇതേപോലെ ബ്ലൗസ് പീസും വരുന്നുണ്ട്. ഇതിന്റെ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് വേഗം നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സാരി എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ടും ഒരു ലിനന്റെ ആണ് കൂടുതൽ ബ്ലെൻഡ് വന്നേക്കുന്നത് കേട്ടോ. ലീ ബൈ ലിനൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് സാരിയാണ്. ഇതിൽ ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് സ്ട്രൈപ്പ് ആ വന്നേക്കുന്നത്. അതും ഓരോ കളറിന് ചേരുന്ന രീതിയിലാണ് സ്ട്രൈപ്പ് കളേഴ്സ്. ഇതൊരു കൈൻഡ് ഓഫ് കോപ്പർ ആന്റിക് ഷെയ്ഡിലാണ് ഇതിനകത്തെ കംപ്ലീറ്റ് സരി ത്രെഡ്സ് വന്നിട്ടുള്ളത്. പല്ലു ഇതുപോലെ വിത്ത് ടാസിൽസ് ആണ്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെയും കുറച്ച് കളേഴ്സ് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ജോർജറ്റ് ഫാബ്രിക് വന്നിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള മൾട്ടി സ്റ്റൈലബിൾ അറ്റാറാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് ഇന്നർ വന്നിട്ടുള്ളത്. സെമി പാരൽസ് ബോട്ടം ആണ്. രണ്ടും വന്നിരിക്കുന്ന ജോർജറ്റിനകത്തേക്കാണ് ഫോർ ജോർജറ്റ്. അതേപോലെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് രണ്ട് മാത്രമാണെങ്കിൽ സോളിഡ് കളറിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് എന്ന് പറയാം. അതിലേക്ക് നമ്മൾ ജോർജറ്റിന്റെ തന്നെ ഫ്ലെക്സ് കോട്ടന്റെ ഒരു പാച്ച് വെച്ചിട്ടുള്ള ഒരു ജാക്കറ്റ് ആണ്. ഈ ജാക്കറ്റ് ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാവുന്ന കഴിഞ്ഞ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നമ്മുടെ ഓൺ ബ്രാൻഡ് യമ്മിയുടെ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് വാട്സ്ആപ്പ് സെയിൽസ് ഇല്ല. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു വെൽവെറ്റിനകത്ത് വന്നേക്കുന്ന ഒരു പാർട്ടി വെയർ ഒരു എത്നിക് ഒരു കുർത്തയാണ് കേട്ടോ. ഇത് ഭയങ്കര സുഖമാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ വെൽവെറ്റ് എന്ന് പറഞ്ഞ ഫാബ്രിക്കിന് ഭയങ്കര റോയൽ ടച്ച് ആണ്. അപ്പം എല്ലാവർക്കും ഒരുപോലെ ചേരുകയും ചെയ്യും, എന്നാൽ നല്ലൊരു ക്ലാസ് ലുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഇതിനകത്തേക്ക് ഹാൻഡ് വർക്ക് ആണ് വന്നേക്കുന്നത്. ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് അല്ല, കട്ട് ബീഡ്സും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ അങ്ങനെ ചെയ്യാത്തതാണ് ഈ നക്ഷി എന്ന് പറയുന്ന ഒരു ഹാൻഡ് വർക്ക്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ആണ്. ഇത് പെറ്റൽസ് കംപ്ലീറ്റ് ആയിട്ടല്ല വരുന്നത്, പക്ഷേ അതിനകത്തേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഹാൻഡ് വർക്ക് ഇല്ലേ, അതൊരു നക്ഷി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. അതൊരു ബംഗാൾ ക്രേവിംഗ് ഇൻസ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.